എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇല്ലേ, നമ്മളെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഇന്നത്തേക്ക് 6 മാസമായിട്ടോ. ഹാഫ് ബർത്ത്ഡേ എന്നൊക്കെ പറയാം. ഇപ്പോൾ അതാണല്ലോ ഒരു ട്രെൻഡ്. ഓരോ മന്തും ഓരോ ഡേയും ഒക്കെ ആഘോഷിക്കുന്നതാണല്ലോ. അപ്പോൾ ഹാഫ് ബർത്ത്ഡേ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നില്ലേ, കുറേ നാളിന് ശേഷം, അതായത് 6 മാസത്തിന് ശേഷം നമ്മൾ ഇന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ഓരോ ദിവസം ഓരോ റൂമാണ്. ഇന്ന് ബെഡ്റൂമാണ് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ബെഡ്റൂമിൽ 6 മാസത്തിന് ശേഷം എത്രത്തോളം പൊടികളുണ്ട് എന്ന് നോക്കാം. നമ്മൾ ഡെയിലി ക്ലീനിങ്ങും വീക്ക്ലി ക്ലീനിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്, എന്നാലും ഇതുപോലെ ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പം ആ ഒരു ക്ലീനിങ് ആണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ സ്കൂളിൽ മക്കളൊക്കെ പോയതിന് ശേഷമാണ് ഈ ഒരു പണിക്ക് ഇറങ്ങിയേക്കുന്നത്. അതുകൊണ്ട് രാവിലെ കുളിയും നനയൊന്നും നടന്നിട്ടില്ല. എന്തായാലും പൊടി അടിക്കാനുള്ളതല്ലേ, ഇനിയിപ്പോൾ കുളിച്ച് പൊടി അടിക്കണ്ടെന്ന് വിചാരിച്ചു. പൊടി അടിച്ചതിന് ശേഷം കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ജനലും കർട്ടൻസൊക്കെ ഒന്ന് തുറന്നിട്ടതിന് ശേഷം നമ്മൾ ബെഡ്ഷീറ്റ് ഇപ്പോൾ മാറുന്നില്ല കേട്ടോ. ബെഡ്ഷീറ്റിൻ്റെ മുകളിലൊരു ബെഡ്ഷീറ്റ് ഇതുപോലെ എന്തായാലും മാറാനുള്ളതാണ്, ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട്. മറ്റേത് വൈറ്റ് ആണല്ലോ, അതുകൊണ്ടാണ് മുകളിലൊരെണ്ണം വിരിച്ചിട്ടേക്കുന്നത്. എന്തായാലും ഫാനൊക്കെ തുടക്കേണ്ടതാണ്, എന്തായാലും പൊടി ഉണ്ടാവും. പിന്നെ നമ്മൾ ഫാൻ ഇതിനിടയ്ക്ക് ഒരു ദിവസം തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒരു പൊടിയില്ല, എന്നാലും ഉണ്ട്. ഫാനിൻ്റെ കളർ വൈറ്റ് ആയതുകൊണ്ട് അതിൽ കറക്റ്റ് പൊടി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ AC ക്ലീൻ ചെയ്യലാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് AC ചെറിയൊരു കംപ്ലയിൻറ്റ് പോലെ തോന്നുന്നു, തണുപ്പിച്ചിട്ട് കുറവാണ്. അപ്പോൾ വിചാരിച്ചു ഒന്ന് AC ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ACയുടെ ആ ഫിൽറ്റർ ഒന്ന് എടുക്കാനുള്ള തത്രപ്പാടിലാണ്. അപ്പം ലേഡറിലാണ് കേട്ടോ പരിപാടി ഇന്ന്. പിന്നെ ഹസ്ബൻഡും കൂടി ഉണ്ട്. എനിക്ക് തന്നെ ഈ ഒരു പരിപാടിക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആപത്താന്നറിയാം. അപ്പോൾ ACൻ്റെ മുകളിൽ ആദ്യം വിചാരിച്ചത് ഡിസൈനാണെന്നാണ്, പിന്നെയാണ് മനസ്സിലായത് ഇത് നല്ല പൊടിയാണെന്നുള്ള കാര്യം. അപ്പം അതൊന്ന് പതുക്കെ അഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഫാൻ ഇതുപോലൊന്നും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ലുക്കാണത് കേട്ടോ. അപ്പോൾ നമ്മൾ ACയുടെ ആ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്ന വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായിപ്പോയി കേട്ടോ. നമ്മുടെ ആ പൊടി പോകുന്നതാണ്, നിങ്ങൾക്കൊന്ന് സ്ലോ മോഷനിൽ കാണിച്ചു തന്നേണ്ടതേ. പൊടി കറക്റ്റ് പോകുന്ന അത്രയും അഴുക്കായിരുന്നു കേട്ടോ. നമ്മൾ ശരിക്കും വിചാരിച്ചല്ല ഇത് പൊടിയാണെന്നുള്ള കാര്യം. അപ്പോൾ ഇത് നമ്മുടെ ACയുടെ ഈ ഒരു ഫിൽറ്റർ ക്ലീനിങ് ഒക്കെ നമുക്ക് തന്നെ ചെയ്യാം കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ ഞാനത് കാണിക്കാം, അടുത്ത റൂമിൽ AC ക്ലീൻ ചെയ്യുമ്പം. അപ്പോൾ ഹസ്ബൻഡും കൂടി ഇന്ന് കൂടി ചേർന്നിട്ടാണ് ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടാവില്ല. അതുകൊണ്ടാണ് ചേട്ടനും കൂടെ സമയമുള്ള സമയത്ത് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ആദ്യം ബെഡ്റൂമിൽ എല്ലാ ജനലും ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പുറകു വശത്തുള്ള ഈ ഒരു പുറമേയില്ലേ, ഇതൊന്നും ക്ലീൻ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ അവിടെയൊക്കെ നല്ലതുപോലെ ഒരു പായലല്ല, ഒരു പൊടി പോലെ പിടിച്ചേക്കുമാണ്, ഒരു ബ്ലാക്ക് കളറിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ കൂട്ടി ഒന്ന് തുടച്ചെടുത്ത് എല്ലാം നീറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നില്ല. അതൊക്കെ ഒന്ന് അതിൻ്റെ മരത്തിൻ്റെ ആ ചട്ടവും അതുപോലെ ജനലിൻ്റെ ആ കമ്പിയും പിന്നെ ഗ്ലാസും ഒക്കെ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വിനാഗിരിയും പിന്നെ എന്തെങ്കിലും ഒരു ക്ലീനിങ് ലോഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒഴിക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബ്രൂട്ട് ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചേക്കുന്നത്. അതും പിന്നെ വിനാഗിരി ഇച്ചിരി വെള്ളവും മിക്സ് ചെയ്തിട്ടാണ് എല്ലാം തുടച്ചേക്കുന്നത്. അപ്പം നമ്മളന്ന് ഒരു റൂമേ ചെയ്യുന്നുള്ളൂ, അനി അടുത്ത റൂമൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കബോർഡിൻ്റെ മോൾ വശക്കിയില്ലേ, അതുകൂടാതെ നമ്മുടെ ഇതുപോലത്തെ നമ്മുടെ കബോർഡിൻ്റെ അല്ലാത്ത ഈ ഒരു വശങ്ങളില്ലേ, നമ്മുടെ പ്ലൈവുഡിലൊക്കെ ചെയ്തേക്കുന്ന അവിടെയൊക്കെ ഇതുപോലെ ഒന്ന് ആ ഒരു സെയിം ലിക്വിഡ് തന്നെ വിനാഗിരിയും റൂട്ട് ഓയിലും കൂടെ മിക്സ് ചെയ്ത് ആ ലിക്വിഡ് വെച്ചിട്ടാണ് തുടച്ചേക്കുന്നത്. അപ്പോൾ നല്ലൊരു മണം ഉണ്ടാവും, നല്ല അടിപൊളിയായി നീറ്റാവുകയും ചെയ്യും. നമ്മുടെ എണ്ണമെഴുക്കില്ലേ, എണ്ണമെഴുക്കാണ് കറക്റ്റായിട്ട് കാണാൻ പറ്റുക. അപ്പോൾ ഇത് ഈ ഒരു നമ്മുടെ ഡോറിൻ്റെ മുകളിലും പിടിച്ച സ്ഥലങ്ങളിലൊക്കെ ആ ഒരു എണ്ണമെഴുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മിററിലും. അപ്പോൾ ഇതൊക്കെ മിററൊക്കെ ഞാൻ ഇടയ്ക്ക് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുറേ നാളായി. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വുഡിൻ്റെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലിക്വിഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിനാഗിരിയും വെള്ളവും ചേർക്കുന്നതിനുള്ള ഏതെങ്കിലും ഒരു ഓയിൽ ഇച്ചിരി ഒഴിച്ചു കൊടുത്താൽ മതിട്ടോ. വെളിച്ചെണ്ണ വേണ്ട, നമ്മൾ സൺഫ്ലവർ ഓയിൽ അങ്ങാണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് വുഡിൻ്റെ ഒക്കെ ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ നല്ലൊരു ഗ്ലൈസിങ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യാം നമുക്ക് വേണമെങ്കിൽ. അപ്പം ഞാൻ ഇതുപോലെ എല്ലാം അത് വെച്ചിട്ട് തന്നെയാണ് തുടച്ചെടുത്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തിട്ടതേ ഉള്ളൂ. ഈ വുഡിൻ്റെ ഇതിനകത്ത് വലിയ അഴുക്കൊന്നുമില്ല, എന്നാലും മറ്റതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാതിലുകളും എല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഈ സെയിം ലിക്വിഡ് വെച്ചിട്ട് തന്നെ. അപ്പം നല്ലൊരു ഗ്ലൈസിങ്ങും നല്ലൊരു മണവും ഉണ്ടാവും. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് യൂസ് ചെയ്യുന്ന ക്ലീനിങ്ങിന് എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പം നമ്മൾ ഡെയിലിയും വീക്ക്ലിയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതുപോലൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്താലേ മനസ്സിനൊരു സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറയാം. അപ്പോൾ നമ്മളിത് മിററും കൂടെ തുടച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ കുറേ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ എന്നറിയില്ല, മിസ്സായിപ്പോയി. നമ്മൾ കബോർഡിൻ്റെ മോൾവശമൊക്കെ ഞാൻ കയറി വൃത്തിയാക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, കുറച്ചെങ്കിലും എൻ്റെ കയ്യിലുള്ളത്. പിന്നെ സ്വിച്ച് ബോർഡുകളൊക്കെ അത്ര നാളെ ആയില്ലെങ്കിലും അതിൻ്റെ അകത്തൊക്കെ അഴുക്കൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇതുപോലെ ഇടയ്ക്ക് ക്ലീൻ ചെയ്യാറുണ്ട്. പിന്നെ സ്വിച്ച് ബോർഡൊക്കെ ക്ലീൻ ചെയ്യാനുള്ള എളുപ്പ മാർഗ്ഗമൊക്കെ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ ആയിട്ട്. അപ്പം ഞാനിതിവിടെ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം.
ഇനി നമുക്ക് ഈ കട്ടിലിൻ്റെ കാലിൻ്റെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മളിതിൻ്റെ കട്ടിലിൻ്റെ അടിവശമുള്ള മാറാലിയൊക്കെ കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ബെഡൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറി ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ അടിച്ചു കഴിഞ്ഞാലില്ലേ, ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ചൂലിൻ്റെ തുമ്പത്ത് മുടിയായിട്ടും പൊടിയായിട്ടും ഒക്കെ കിടക്കുന്നുണ്ടാവും കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അടിച്ചു വരുമ്പോൾ തന്നെ ഇതെടുത്തൊന്ന് കളയാറാണ് പതിവ്. മുടിയൊക്കെ കറക്റ്റായിട്ട് ആ ഒരു ചൂലിൻ്റെ മുകളിൽ കിട്ടാറുണ്ട്. അപ്പം ഈ ഒരു ചൂലിൻ്റെ ഒരു ഗുണം അതാണ് കേട്ടോ. മറ്റേതാകുമ്പോൾ കിട്ടത്തില്ല, നമ്മുടെ പുല്ലിൻ്റെ ചൂലില്ലേ, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ആകുമ്പോൾ പെട്ടെന്ന് അത് കൂടെ കിട്ടുകയും ചെയ്യും. ഇനി ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മോപ്പ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ എന്തെങ്കിലും മുടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മോപ്പിൻ്റെ കൂടെ തന്നെ ഇങ്ങോട്ട് പോരുകയും ചെയ്യും കേട്ടോ. നമ്മളിങ്ങനെ തുടച്ചെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ. ഇത് റെയിൽവേ മോപ്പാണ്. ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഓൺലൈനിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി. എനിക്കെന്തോ ഇതാണ് എളുപ്പം തോന്നുന്നു. പിന്നെ ഇടയ്ക്ക് മറ്റേ മോപ്പ് വെച്ചിട്ടും നമ്മൾ സ്പിൻ മോപ്പ് വെച്ചിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ തറയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ റൂമിൽ പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമല്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എത്ര സമയത്തേക്കാണെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ആ ഒരു ടൈമിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സുഖം എന്ന് പറയുന്നില്ലേ, അതത്ര വലുതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചെടുത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ബെഡ്റൂം ഡീപ്പ് ക്ലീനിങ് ഡേയുടെ വിശേഷങ്ങൾ. ഉച്ചവരെ ഇല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറേ കഷ്ടി എടുത്തുള്ളൂ കേട്ടോ. ഹസ്ബൻഡും കൂടി ഉള്ളതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി കണ്ടു നോക്കുക. ഒത്തിരി ക്ലീനിങ് വീഡിയോസ് ഉണ്ട്. പിന്നെ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.